Hi students, welcome back to our science class. Today we are going to study about conductors and insulators. Okay. There is an activity for you. Can you see this? അതായത് ഈ ആക്ടിവിറ്റി പറയുന്ന ഹീറ്റ്. Can you see this? Heat water in a small pan or a beaker. Collect some articles such as steel, spoon, plastic, scale, pencil and divider. Dip one end of each of these articles in hot water. Wait for a few minutes. Touch the other end. Either your observation in table 4.3. ഓക്കെ, അതായത് നമ്മൾ ഒരു ബീക്കറിനകത്ത് നന്നായിട്ട് ഹീറ്റ് വാട്ടർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് സ്കെയില്, പെൻസില്, സ്പൂണ് ഇതെല്ലാം ഡിപ്പ് ചെയ്തിടുക. നന്നായിട്ട് ഇത് മുക്കിയിടുക. അപ്പോഴത്തേന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് നമ്മളിത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാം ഈ സ്പൂണിൻ്റെ അഗ്രത്ത് നന്നായിട്ട് ചൂട് അനുഭവപ്പെടും അല്ലേ. പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെയോ പെൻസിലിൻ്റെയോ അഗ്രത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. ഓക്കെ, the materials which allow heat to pass through them easily are called conductors. What are conductors? അപ്പം ഹീറ്റിൻ്റെ നന്നായിട്ട് സ്പൂൺ കടത്തിവിടും, അതുകൊണ്ടാണ് അതിൻ്റെ അഗ്രത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. The materials which allow heat to pass through them easily are called conductors of heat. Conductors of heat in example ആണ് aluminum, iron, copper. These are the examples for conductors. What are conductors? The materials which allow heat to pass through them easily. അതായത് ഹീറ്റിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഹീറ്റിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് അയൺ, കോപ്പർ, അലൂമിനിയം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസുലേറ്റേഴ്സ്. വാട്ട് ആർ ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The materials which do not allow heat to pass through them easily are called ഇൻസുലേറ്റേഴ്സ് ഓർ പുവർ കണ്ടക്ടേഴ്സ്. അതായത് ഹീറ്റിനെ കടത്തി വിടാത്ത, ഇപ്പം പ്ലാസ്റ്റിക്കും നമുക്കറിയാം പെൻസിൽ, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ സ്കെയിലും അതുപോലെ തന്നെ പെൻസിൽ അതെന്താണ്, വുഡാണ്. ഇതൊന്നും ഹീറ്റിനെ കടത്തി വിടുന്നില്ല. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. നിങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്. The materials which do not allow heat to pass through them easily are called. ഹീറ്റിനെ കടത്തി വിടാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. The materials which allow heat to pass through them easily, ഈസി ആയിട്ട് ഹീറ്റിനെ കടത്തി വിടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. കടത്തി വിടാത്തവയെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് കണ്ടക്ഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഹോട്ടർ എൻഡ് ടു ദ കോൾഡർ എൻഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. ഇപ്പോൾ കണ്ടക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്പൂണിൻ്റെ അഗ്രത്ത് ചൂട് അനുഭവപ്പെട്ടത്. വാട്ട് ഈസ് കണ്ടക്ഷൻ? ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഹോട്ടർ എൻഡ്. അതായത് ഹോട്ടർ എൻഡിൽ നിന്ന് കൂളർ എൻഡിലേക്ക് ഒബ്ജക്റ്റ് ഹീറ്റിനെ കടത്തി വിടുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ടർ എൻഡ്. ഹോട്ടർ എൻഡിൽ നിന്ന് ഹീറ്റ് കൂളർ എൻഡിലേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഹോട്ടർ എൻഡ് ടു ദ കോൾഡർ എൻഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് there is a picture in your textbook. Can you see this? അതായത് ഇവിടെ ഒരു ബീക്കറിനകത്ത് ഫുൾ വാട്ടർ എടുക്കുക, എന്നിട്ട് ഹീറ്റ് കൊടുക്കുക. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് കൂടി ഇടുക. അതായത് ഇത് ഹീറ്റ് ആകുന്ന അനുസരിച്ച് ഇവിടെയുള്ള താഴെയുള്ള ഹോട്ട് വാട്ടർ മേളിലേക്ക് പോവുകയും മേളിലുള്ള തണുത്ത കോൾഡ് വാട്ടർ താഴേക്ക് വരികയും ചെയ്യും. ഓക്കെ,
അതിനനുസരിച്ച് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് ഇങ്ങനെ ലയിച്ച് മാറുന്നതായിട്ട് കാണാം. ഓക്കെ. വാട്ട് ഈസ് കൺവെക്ഷൻ? Convection is the transfer of heat from one place to another by the movement of fluid. അതായത് ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റ് വഴി ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. അതിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് കൺവെക്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ഈസ് അതിന് വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, നന്നായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നിങ്ങളുടെ കൈ അതിന് മേളിൽ ഒന്ന് വെക്കുക. അപ്പം നമുക്കറിയാം അവിടെ നമുക്ക് ചൂട് ഫീൽ ചെയ്യും അല്ലേ? അത് എന്താണ്? കൺവെക്ഷന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സീ ബ്രീസ്. അതായത് ദ പീപ്പിൾ ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് experience an interesting phenomenon. During the day, the lands get heated faster than the water. അതായത് ഡേ ടൈമിലാണ് സീ ബ്രീസ് ഉണ്ടാകുന്നത്. അതായത് ഡേ ടൈമിൽ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദ വാട്ടർ. അത് എന്ന് പറഞ്ഞാൽ ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാവും, വാട്ടറിനേക്കാളും ഫാസ്റ്ററായിട്ട് ചൂടാവും. ദ എയർ ഓവർ ദ ലാൻഡ് ബിക്കംസ് ഹോട്ടർ ആൻഡ് റൈസ് അപ്പ്. ദ കൂളർ എയർ ഫ്രം ദ സീ റഷസ് ഇൻ ടു വേർഡ്സ്. ഓക്കെ. അതായത് സൂര്യൻ്റെ ചൂട് കരയിലും കടലിലും ഒരുപോലെ. ഓക്കെ. വാട്ട് ഈസ് സീ ബ്രീസ്? ദ എയർ ഫ്രം ദ ലാൻഡ് ബിക്കംസ് ഹോട്ടർ ആൻഡ് റൈസ് അപ്പ്. ദ കൂളർ എയർ ഫ്രം ദ സീ റഷസ് ഇൻ ടു വേർഡ്സ് ദ ലാൻഡ് ടു ടേക്ക് its place. The warm air from the land moves towards the sea to complete the cycle. The air from the sea is called sea breeze. അതായത് the warm air from the land move towards sea. എയറിലുള്ള ലാൻഡിലുള്ള എയർ എങ്ങോട്ട് പോകുന്നു? സീയിലേക്ക് പോകുന്നു. ഈ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് സീ ബ്രീസ്. ഇത് നടക്കുന്നത് എപ്പോഴാണ്? ഡേ ടൈമിലാണ് നടക്കുന്നത്. ദ വാം എയർ ഫ്രം ദ ലാൻഡ് മൂവ്സ് ടുവേഴ്സ് ദ സീ ടു കംപ്ലീറ്റ് ദ സൈക്കിൾ. ദ എയർ ഫ്രം ദ സീ ഈസ് കോൾഡ് സീ ബ്രീസ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ലാൻഡ് ബ്രീസ്. വാട്ട് ഈസ് ലാൻഡ് ബ്രീസ്? അറ്റ് നൈറ്റ് ഇറ്റ് എക്സാക്ട്ലി ദ റിവേഴ്സ്. അതായത് നൈറ്റ് ടൈമിൽ ഇത് നേരെ തിരിച്ചാണ്. ദ വാട്ടർ കൂൾസ് ഡൗൺ മോർ സ്ലോലി ദാൻ ദ ലാൻഡ്. അതായത് വാട്ടർ ലാൻഡിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും. സോ ദ കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ്സ് ടുവേഴ്സ് സീ. അതായത് ലാൻഡിൽ നിന്നുള്ള തണുത്ത കാറ്റ് എങ്ങോട്ട് പോകും? സീയിലേക്ക് മൂവ് ചെയ്യും. ഈ ഫിനോമിനന് പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് റേഡിയേഷൻ. വാട്ട് ഈസ് റേഡിയേഷൻ? When we come out in the sun, we feel warm. അല്ലേ? നമുക്ക് കുറച്ച് നേരം ചൂടത്ത് കാണുന്നാൽ നമുക്ക് നന്നായിട്ട് സൂര്യപ്രകാശത്ത് കാണുന്നാൽ നമുക്ക് ചൂട് തോന്നും. എന്തുകൊണ്ടാണ്? ഇറ്റ് കനോട്ട് റീച്ച് അസ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ ആസ് ദർ ഈസ് നോ മീഡിയം such as air in the most part of the space between earth and the sun. From the sun, the heat comes to us by another പ്രോസസ് നോൺ ആസ് റേഡിയേഷൻ. അതായത് സൂര്യനിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടുന്ന ആ ഫിനോമിനന് പറയുന്ന പേരാണ് റേഡിയേഷൻ. ഓക്കെ. വാട്ട് ഈസ് റേഡിയേഷൻ? ഇൻ സോളിഡ്സ് ജനറലി ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ. ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കൺവെക്ഷൻ. നോ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ റേഡിയേഷൻ. റേഡിയേഷനിൽ ഒരു മീഡിയവും ആവശ്യമില്ല. കണ്ടക്ഷനിൽ നമുക്ക് സോളിഡ്സ് ആണ് മീഡിയമായിട്ട്. അതുപോലെ കൺവെക്ഷനിലാണെങ്കിൽ ലിക്വിഡും ഗ്യാസുമാണ്. പക്ഷേ റേഡിയേഷനിൽ അവിടെ ഒരു മീഡിയം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് വൂളൻ ക്ലോത്ത്സ് കീപ്പ് us warm in winter. ഓക്കെ. In the winter we use woolen clothes. Wool is a poor conductor of heat. Moreover, there is air trapped in between wool fibers. This air prevents the flow of heat from our body to the cold surroundings. So feel warm. Okay.
The air prevents the flow of heat from our body to the cold surroundings. So we feel warm. Okay. Woolen clothes keep us warm during winter. It is so because wool is a poor conductor of heat. ഹീറ്റിനെ ഒരു പൂവർ കണ്ടക്ടറാണ് വൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് വൂളൻ ക്ലോത്ത്സ് ഇടുമ്പോൾ ചൂട് തോന്നുന്നത്. പൂവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇറ്റ് ഹാസ് എയർ ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ഫൈബേഴ്സ്. ഈ എയർ ഈ ഫൈബേഴ്സിനിടയ്ക്ക് ട്രാപ്പായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ചൂട് തോന്നുന്നത്. ഓക്കെ. Your chapter 4 is completed and you study well. We will meet in the next class. Thank you.